വെള്ളാപ്പള്ളി നടേശൻ ആശ്വാസം. SNDP യോഗം ഭാരവാഹി സ്ഥാനത്ത് നിന്ന് നീക്കിയ ഉത്തരവിന് സ്റ്റേ. വെള്ളാപ്പള്ളി ഉൾപ്പെടുന്ന ഭരണസമിതിയെ അയോഗ്യരാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചാണ് സ്റ്റേ ചെയ്തത്. സ്റ്റേ അന്തിമ ഉത്തരവിന് വിധേയമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യനാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. വെള്ളാപ്പള്ളിക്ക് പുറമെ പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരുടെ അയോഗ്യതയ്ക്കാണ് സ്റ്റേ. അപ്പീലിൽ എതിർകക്ഷികൾക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. അപ്പീലുകൾ അന്തിമവാദത്തിനായി ജൂണിൽ പരിഗണിക്കും. അപ്പീലുകളിന്മേലുള്ള അന്തിമ വിധിക്ക് വിധേയമായിട്ടാണ് സ്റ്റേ ഉത്തരവ്. 3 വർഷത്തെ റിട്ടേൺ നൽകിയില്ലെങ്കിൽ അയോഗ്യത സ്വാഭാവികമല്ലേ എന്ന് വാദത്തിനിടെ വെള്ളാപ്പള്ളിയോട് ഹൈക്കോടതി ചോദിച്ചു. സ്വാഭാവിക അയോഗ്യത ഉള്ളപ്പോൾ എടുത്ത തീരുമാനങ്ങൾക്ക് എങ്ങനെ നിയമസാധുതയുണ്ടാകുമെന്നും കോടതി ആരാഞ്ഞു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധവും അധികാരപരിധിക്ക് പുറത്തുള്ളതുമാണെന്ന് കാണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിൽ വെള്ളാപ്പള്ളി അപ്പീൽ നൽകിയത്. കമ്പനി നിയമപ്രകാരമുള്ള തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിലാണ്. കമ്പനി നിയമപ്രകാരമുള്ള തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിലാണ്. അതിൽ സിവിൽ കോടതികൾക്കോ ഹൈക്കോടതിക്കോ ഇടപെടാൻ അധികാരമില്ലെന്നും അപ്പീലിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, കൊച്ചി.